നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോസും അത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഗോളുകൾ എഴുതാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ജേർണൽ ചെയ്യാനൊക്കെ ആരംഭിച്ചു എന്നറിയണതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഓരോ പ്രാക്ടീസുകളും ചെയ്യുമ്പോൾ ഇപ്പോൾ രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, വൈകുന്നേരം 9 ടൈംസ് ഇങ്ങനെയാണ് നമ്മൾ ആ എഴുതുക. എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എഴുതുമ്പോൾ നമ്മളുടെ ആ എൻഡ് റിസൾട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എന്താണ് ശരിക്കുള്ളൊരു ദിവസം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ദിവസവും എഴുതാം, ഏത് സമയത്തും വർക്ക് ചെയ്യാം. അപ്പോൾ ചില ദിവസങ്ങൾ അതൊരു പ്രത്യേക ദിവസങ്ങൾ എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടി പവർ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഏത് ദിവസവും ഇത് ജേർണൽ ചെയ്യാം. പക്ഷേ ഈ 369 അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജേർണലാണ്. നിങ്ങളപ്പോൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുവാണ്. ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം പല ആൾക്കാരും പലപ്പോഴും ഞാൻ ഈ 1 to 1സിലൊക്കെ അവർ ഓരോരുത്തരെയും ഇങ്ങനെ കാണുമ്പോൾ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. മാഡത്തിൻ്റെ കൂടെ വന്നതിന് ശേഷം എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി. എൻ്റെ ഫോക്കസ് കൂടി. ഞാൻ ലൈഫ് ശരിക്കും ഒരു 20 വർഷം മുമ്പ് മാമിനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ മടിയനാണെന്നോ അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജഡ്ജ് ചെയ്ത് നമ്മളെ തന്നെ താഴ്ത്താതെ നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമല്ല നമ്മൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ജീവിതമാണ് നമ്മൾക്ക് നേടാൻ പറ്റുന്നത്. എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് വിൽ എക്സ്പാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ജൂലൈ 1 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇനി 6 മാസം കൂടിയുള്ളൂ 2025 നമ്മളെ വിട്ടു പോകാനായിട്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ഡിസംബർ 31 ആകുമ്പോഴാണ് നമ്മൾ ഡയറിയൊക്കെ വാങ്ങിയിട്ട് ജിമ്മിൽ പോകാനായിട്ടുള്ള മെമ്പർഷിപ്പ് നമ്മളിങ്ങനെ ഓരോരോ ഗോളുകളൊക്കെ 2026 അങ്ങോട്ട് കലക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വരവിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നമ്മളൊരു 8 മാസം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് 90 ഡേയ്സ് ചലഞ്ചൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ നിങ്ങളെ വിഷൻ ബോർഡ് ഉണ്ടാക്കാനും നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പം ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നേ. കാര്യം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഷീജയിൽ നിന്ന് ഇന്നത്തെ ഷീജ കുറെ കൂടി ഒരു പടി മുന്നിലാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ആ ഒരു വീഡിയോ ഞാനും അനീറ്റയും കൂടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനൽ വളരെ ചെറിയ ചാനലായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഞങ്ങൾ 50,000 കഴിയുന്നൊരവസ്ഥയിലേക്ക് വളർച്ച വന്നിട്ടുണ്ട് ഈ ഒരു ചുരുങ്ങിയ പീരീഡിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്യുക്കായിട്ട് ചില സമയത്ത് കിട്ടും. ചില സമയത്ത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ ഇതിനൊന്നും നമ്മൾക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താ? ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓരോന്നും നമ്മളെ നമ്മളാക്കാനായിട്ട്, നമ്മുടെ കരുത്താക്കാൻ വേണ്ടിയിട്ട് ഉള്ള അനുഭവങ്ങളായിട്ട് നമ്മൾ എടുക്കുകയും, നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഒന്നുകൂടി റീചെക്ക് ചെയ്യാനും, നമ്മൾക്ക് വേണ്ടതിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനും നമ്മൾ റെഡി ആയാലും ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. അപ്പോൾ എത്ര പേര് 2026 ജീവിതം നന്നാക്കാം എന്ന് ആഗ്രഹിക്കാതെ എൻ്റെ കൂടെ ഇന്ന് മുതൽ അടുത്ത 6 മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനും 100% 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ ജീവിതം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് മാത്രമാണ്, ഞാൻ ഉണ്ട്, ഞാനും റെഡിയാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതൊരാളും എൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. 100% എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. ഞാൻ മാത്രമാണ് എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ ഞാൻ എന്നെ കുറ്റപ്പെടുന്നു, എന്നോട് ഞാൻ കൈൻഡ് ആവാതിരുന്നു, എന്നെയാണ് ഞാൻ എല്ലാത്തിനും കുറ്റം പറഞ്ഞത്. ഇന്ന് ഞാൻ ഓർക്കുവാണ്, എന്നെ തകർത്ത കുറച്ച് ആൾക്കാരുണ്ടാവാം, സാഹചര്യങ്ങളുണ്ടാവാം, എൻ്റെ ബോസ് ഉണ്ടാവാം, ചിലപ്പോൾ എൻ്റെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ സിബ്ലിങ്സ് ആവാം, ചിലപ്പോൾ എൻ്റെ പങ്കാളിയാവാം, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പം എന്താണ് എൻവയോൺമെൻ്റ് ആവും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾക്കൊരു മില്യനെയർ ആവാം, ബില്യനെയർ ആവാം. എന്തും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി ഒരു വിശ്വാസമുണ്ടോ?
നമ്മൾ വിജയിയാകും എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടോ? ഈ ഒരു 2 കാര്യം നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടെങ്കില്, നമ്മളുടെ ജീവിതത്തില് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. എത്ര പേര് റെഡിയാണ്? കാര്യം ഇന്ന് ജൂലൈ 1 തീയതിയാണ്. ഇന്ന് മുതല് ഈ ഒരു 6 മാസം നമ്മള് അന്ന് എഴുതിയ പല നമ്മളന്ന് ഗോളുകൾ സെറ്റ് ചെയ്തു. വിഷൻ ബോർഡ് ഉണ്ടാക്കി. എഗെയിൻ നമ്മള് എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി. പല പല കാര്യങ്ങൾ തുടങ്ങി. എത്ര പേരൊന്ന് ഒന്ന് കമന്റ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എത്ര പേര് ആ തുടങ്ങിയ കാര്യത്തിൽ നിന്ന് വിന്നറായി? നിങ്ങൾ കുറേയധികം പ്രോഗ്രസ് ചെയ്തു എന്ന് വിശ്വാസമുള്ള എത്ര ആൾക്കാര്? ഞാൻ അന്ന് ഒരു 9 മന്ത്സ് ബാക്കീന്ന് ഇന്ന് ഞാൻ നിൽക്കുമ്പഴ് എൻ്റെ പല വിഷൻ ബോർഡിൽ എഴുതിയ പല ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഒന്ന് നിങ്ങളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യ്. കാര്യം വെച്ചാ പ്രൗഡ് ആവുക. കാര്യം നമ്മുടെ ജീവിതത്തില് നമ്മളെ ഉയർത്താൻ നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആൾക്കാര് കൈയടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കുന്നതിന് പകരം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മള് കൈയടിക്കാനും, നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായാല് ലൈഫ് മാറും. അപ്പൊ നമ്മളിന്ന് നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് റെഡിയാക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 6 മാസത്തില് ഈ ഒരു നിങ്ങൾ എഴുതിയ ഗോളുകള് എങ്ങനെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. എത്ര പേര് എക്സൈറ്റഡ് ആണ്? അതായത് ഇന്ന് മുതൽ എന്തൊക്കെ ആയിക്കോട്ടെ, എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്, കുറേ കടമുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ ഗ്രോത്ത് ഇല്ല, റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നിട്ടുണ്ട്, എൻ്റെ ഹെൽത്ത് കുറച്ച് മോശമാണ്, എന്തും വരാം. പക്ഷേ എന്തുണ്ടെങ്കിലും നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ലോകത്തിലില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളോട് നമ്മൾ കമ്മിറ്റഡ് ആവുക. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും അനിയത്തിയും കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ ഒരു വിഷൻ ബോർഡൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തു. ഞങ്ങളെങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള രീതിയിലെല്ലാം വർക്ക് ചെയ്തിട്ട് ഈ ഒരു 6 മാസത്തിലേക്ക് ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങളുടെ ഗോളുകള്, ഞങ്ങളുടെ ഒരു ഗ്രോത്ത് പ്ലാൻ, എങ്ങനെ മുന്നോട്ട് പോണം, ഈ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പഴ് ഞങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്തു. ഓഹ്! എത്ര പവർഫുള്ളാണ് നമ്മളുടെ ലൈഫ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വീണ്ടും നമ്മൾക്ക് തോന്നുക ചെയ്തേ. അപ്പോൾ വീണ്ടും നമ്മൾ അത്രയും ഒരു എനർജറ്റിക് ആയിട്ട് അത്രയും സന്തോഷത്തോടെയാണ് നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങിയത് പിന്നെ. അപ്പം നിങ്ങളും നിങ്ങളുടെ ആ ഒരു ഇന്ന് ഈ പറയുന്ന സ്റ്റെപ്പുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങുക. എഗെയിൻ ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാല്, ചില ആളുകൾക്ക് തനിച്ച് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലൈഫ് കോച്ച് ഷീജ ശരിക്കും ഓൺലൈൻ അക്കാഡമി നടത്തുന്നത്. അപ്പൊ നിങ്ങള് എത്ര അധികം പ്രതിസന്ധിയിലാണ്, നിങ്ങളുടെ ലൈഫിനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കരിയർ ആവാം, മണി ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഈവൻ ഹെൽത്ത് ആവാം, ഏത് സ്ഥലത്തും നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു അക്കൗണ്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശക്തിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അത് ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്, പേഴ്സണൽ സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ബേസ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്കൊരു പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ട്രാമാസ് നിങ്ങളെ അലട്ടുന്നുണ്ട്, നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ തന്നെ കിടക്കുവാണ്, അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം വേണം, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാനായിട്ട്, നിങ്ങൾ ആ മുറിവുകൾ ഉണക്കാനായിട്ടുള്ള സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിന് നമ്മളുടെ ടീമിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തും അവൈലബിൾ ആക്കാൻ ഓൺലൈനായിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ 26 കൺട്രീസിന്ന് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങളുടെ ടൈം സോണിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സെർവ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൈപിടിച്ചെത്തിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം നിങ്ങൾക്ക് ഞങ്ങളോടൊത്ത് പഠിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ഞങ്ങൾ സഹായിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. കാര്യം ഞാനിപ്പോൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി ഗോളൊക്കെ സെറ്റ് ചെയ്ത് പേസ് ചെയ്തേക്കണ കൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമാണ് എന്താ വേണ്ടതെന്നുള്ളത് വളരെ നല്ല ക്ലാരിറ്റിയിൽ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഗോളുകൾ ഉണ്ടാക്കുക. എന്താണ് നിങ്ങളുടെ ഗോളുകൾ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ഗോളുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, പല മനുഷ്യരും കരിയർ ഗോൾസ് ഉണ്ടാക്കും, ഹെൽത്ത് ഗോൾസ് ഉണ്ടാവും. പക്ഷെ എത്ര പേർക്ക് മണി ഗോളുണ്ട്, ഫിനാൻസ് ഗോളുണ്ട്? അതായത് നമ്മളുടെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ഗോളുള്ള എത്ര ആൾക്കാരുണ്ട്? എനിക്ക് കടം വേണ്ട, എനിക്ക് ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. എത്ര പേർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുണ്ട്? എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു 1,00,00,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വേണം, എനിക്ക് ഇത്ര എമൗണ്ട് റിട്ടയർമെൻ്റ് ആകുമ്പോൾ വേണം,
അപ്പം നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫണ്ട് വേണം. എനിക്കൊരു ഹോളിഡേയ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇത്ര ഫണ്ട്. അപ്പം നിങ്ങളുടെ ഫിനാൻസുകൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആ ഗോളൊന്ന് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു അതാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എത്ര രൂപ നിങ്ങൾക്ക് വേണം? ഈ വർഷം നിങ്ങളുടെ ഇൻകം എത്ര വേണം? അത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഗോൾ ബേസ് ചെയ്യുക. പലപ്പോഴും റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷമുണ്ടോ? നമ്മൾ നമ്മളുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടോ? നമ്മൾക്ക് നമ്മുടെ പങ്കാളിയായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അവർക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നുണ്ടോ? അവരുടെ ഗോളുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെ നമ്മൾ ആ റിലേഷൻഷിപ്പ് പോകുന്നുണ്ട്? ഒരു 1 to 10 സ്കെയിലിൽ നിങ്ങളൊന്ന് നോക്കുക. എഗെയിൻ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവർ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ട് നല്ല ബന്ധമാണോ? അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് വാല്യൂ ചെയ്യുക. എങ്ങനെ നിൽക്കുന്നു? അതിന് എവിടെയാണ് നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ജിമ്മിലൊക്കെ ചിലപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റുട്ടീനുണ്ടോ? എല്ലാ ദിവസവും നിങ്ങൾ എവരി ഇയർ നിങ്ങളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ? നല്ല ആരോഗ്യമുള്ളൊരു അവസ്ഥയിലാണോ നിങ്ങൾ മുന്നോട്ട് പോണത്? എവരി ഡേ നിങ്ങൾക്കൊരു 7 അവേഴ്സ് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ നല്ല ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത്? അപ്പം നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, എഗെയിൻ ഒരു ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരാളാണോ? അതോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പം തന്നെ വിഷമിക്കുന്ന ഒരാളാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എഗെയിൻ നിങ്ങളുടെ ഹോബീസ്. കാര്യം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി മാത്രം നോക്കിയിരുന്നൊരു വർഷങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. ഒരിക്കലും എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നില്ല. കാര്യം സമയം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് ഞാൻ എന്നെ റീകണക്ട് ചെയ്യാനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എഴുത്ത്. ഏറ്റവും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് നല്ല ബുക്കുകൾ വായിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചുമ്മാ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ചെടികൾ നട്ടുപിടിപ്പിക്കുക, അവയെ പരിപാലിക്കുക, അതിൻ്റെ കൂടെ കുറേ സമയം ഇരിക്കുക. കുക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പാട്ട് പഠിക്കാനാണോ ഇഷ്ടം? ഡാൻസ് പഠിക്കാനാണോ ഇഷ്ടം? എഴുതാനാണോ ഇഷ്ടം? എന്താണ് നിങ്ങളുടെ ഇഷ്ടം? ആ ഒരു ഇഷ്ടം വരയ്ക്കാനാണോ ഇഷ്ടം? അപ്പം അങ്ങനെ ഒരു ഹോബി നിങ്ങൾ സെലക്ട് ചെയ്യുക. എഗെയിൻ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എന്താ വിചാരിക്കുക? ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു പോയാൽ മതി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എൻ്റെ കുട്ടികളെ എങ്ങനെ വളർത്തണം? ഏത് സ്കൂളിൽ പഠിപ്പിക്കണം? ഞാൻ ഏത് ജോലിയിലേക്ക് പോകണം? ഞാൻ ഏത് വീട്ടിൽ താമസിക്കണം? ഞാൻ എങ്ങനെ ഏത് കാർ ഓടിക്കണം? എൻ്റെ റിട്ടയർമെൻറ്റ് എങ്ങനെ പോകണം? അപ്പം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മൾക്ക് നല്ലൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത് ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ ആ ഒരു വാടക വീട്ടിൽ തുടങ്ങുമ്പോഴും എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഓഫീസുകൾ വേണം. എനിക്ക് സ്വന്തമായിട്ട് വീടുകൾ വേണം. എഗെയിൻ എൻ്റെ ഒരു ലൈഫിൽ എവരി 5 ഇയർ അല്ലെങ്കിൽ 10 ഇയറിൽ എനിക്ക് പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റണം. എഗെയിൻ വളരെയധികം സ്ഥലമുള്ളൊരു സ്ഥലത്തായിരിക്കണം എൻ്റെ വീട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടായിരിക്കണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഈ വാടക വീട്ടിലിരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഗോളുകൾ ഞാൻ 5 ഇയറിൽ ഇങ്ങനെ, 10 ഇയറിൽ ഇങ്ങനെ, 15 ഇയറിൽ, 20 ഇയറിൽ ഇങ്ങനെയുള്ള രീതിയിലേക്ക് അത്രയും ഒരു വലിയൊരു ഇതിൽ കാണാനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ ഒരു വാടക വീട്ടിൽ നിന്ന് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ 32 വർഷം കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ എഴുത്തിന് ഭയങ്കര പവറാണ്. അപ്പോൾ നമ്മളെ വിശ്വസിക്കുക. എൻ്റെ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഒരു പുറത്ത് വിട്ട് പഠിപ്പിക്കണം. ഇതൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഞാനൊക്കെ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലത്ത് വിട്ട് പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതാൻ തുടങ്ങുക. എഗെയിൻ സെൽഫ് ഡെവലപ്മെൻറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നല്ല ബുക്കുകൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ എവരി ഇയർ ഞാൻ വിചാരിക്കും കുറേ നല്ല ബുക്കുകൾ വായിക്കുക, ഏറ്റവും നല്ല ആളുകളുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ ഒരു ക്രേസ് ആയിട്ടുള്ള നല്ല സെമിനാർസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ടോണി റോബിൻസ് ആവാം, ടി ഹാർവി ആവാം, നിങ്ങൾ ആരെ ചോദിച്ചാലും അവരുടെയൊക്കെ ക്ലാസ്സിൽ പോയി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലക്ഷങ്ങൾ കൊടുത്തിട്ട്. അപ്പോൾ ഈ ഓരോ നോളജും എനിക്ക് തന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അവരോട് സംസാരിക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ലൈഫ് തന്നെ എത്രയാ വളർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മാസീവ് ഇമ്പാക്റ്റാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു ഇപ്പോൾ ഈ ഓൺലൈൻ സ്പേസിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ
അത്രയും സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ എന്താ ഗുണം? നമ്മൾ അക്കാഡമിക് ആയിട്ട് ഈ പഠിത്തം മാത്രമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ശരാശരി ജീവിതം ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നല്ല നല്ല മെൻറ്റേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ സ്കൈ ആണ് ലിമിറ്റ്, അത്രയും വലുതാവാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് നമുക്ക് തരുന്നത്. അഗെയിൻ മണി. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമുക്കൊരു പേടി സ്വപ്നമാണ്. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പൈസ ഉള്ളവരെല്ലാം കള്ളന്മാരാണ്. പൈസ ഉണ്ടാക്കുന്നവരൊക്കെ തെറ്റായ വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടായാൽ ഞാൻ മോശമാവും. ഇങ്ങനെയൊക്കെയുള്ള ബിലീഫ്സ് നമുക്ക് പലപ്പോഴും നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂള് മാത്രമാണ്. ആ ഒരു മണിയെ നമ്മൾക്ക് നല്ല മനുഷ്യരുടെ കയ്യിലാണ് ആ പണം എത്തണതെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുകയും വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിലാണ് മണി എത്തണതെങ്കിൽ അതൊരു പെയിൻഫുൾ മെമ്മറീസ് ആയിട്ട് മാറുന്നു. അപ്പം മണിക്ക് ഒരു മനുഷ്യനെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ പറ്റില്ല. സന്തോഷിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റും, വേദനിപ്പിക്കാനും പറ്റും. പക്ഷേ അത് എത്ര മനുഷ്യരാണ്, ആ ഒരു മനുഷ്യര് എങ്ങനെയുള്ളവരാണെന്ന് അനുസരിച്ചിട്ട്. അല്ലാതെ മണിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല മനുഷ്യരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് നല്ല ബലം ഉണ്ടാക്കും. മോശം മനുഷ്യരുടെ കയ്യിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അത് വേദന ഉണ്ടാക്കും. അത് പവറായാലും മണിയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കാൻ എന്നിട്ട് നമ്മളുടെ 1, 2, 3 ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു 6 മാസത്തേക്ക് വേണ്ട ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമുക്കെപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സത്യസന്ധരായിരിക്കണം. നമ്മളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മളോട് റിയൽ ആവുക, ഫേക്ക് ആവാതിരിക്കുക. വേറെ ആൾക്കാരുടെ സക്സസിനെ നോക്കാതിരിക്കുക. പക്ഷെ നോക്കിക്കോളൂ, നോക്കണേന് കുഴപ്പമൊന്നുമില്ല. അവരെങ്ങനെ പോകുന്നു, അവരെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവയൊക്കെ നോക്കാം. പക്ഷെ അവൻ്റെ ആ ഒരു ഔട്ട്പുട്ടിനെ അല്ല നോക്കണ്ടേ, അവൻ്റെ എഫേർട്ടിനെയാണ് നമ്മൾ നോക്കണ്ടേ. പല ആൾക്കാരും ഔട്ട്പുട്ട് മാത്രം നോക്കണം. ഇപ്പം പല ആൾക്കാരും വന്നിട്ട് പറയാറുണ്ട് മറ്റേ മെർസിഡസ് ബെൻസിൽ നോക്കാം, അല്ലെങ്കിൽ നല്ല വീട്ടിൽ നോക്കാം, അയാളുടെ നല്ല പോസ്റ്റിൽ നോക്കാം. ഈ ഒരു പോസ്റ്റിലോ ഈ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഈ ഒരു റോൾസ് റോയ്സിലൊക്കെ എത്തണമെങ്കിൽ അവരിട്ട കുറേ എഫേർട്ടുകളുണ്ടാവും. അതൊരാളും കാണില്ല. അപ്പോൾ ആ എഫേർട്ടിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും ലൈഫിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളിലൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ കഥ മാറും. അപ്പോൾ ഈ ഗോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗോൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ റിയൽ ആവുക. എന്നിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഇൻകമാണോ കിട്ടുന്നത് ആ ഇൻകത്തിൽ നിന്ന് നിങ്ങളൊരു സ്മാർട്ട് ഗോളായിട്ട് സെറ്റ് ചെയ്യുക. എന്താണ് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ? എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, എം എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആണ്, എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ ആണ്, ആർ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്, ടൈം ബൗണ്ട് ആവണം. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്മാർട്ട് ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ? സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ വർക്ക് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക. സ്പെസിഫിക് ആയിട്ട് എനിക്ക് 1,00,000 രൂപ വരുമാനം വേണം എന്നാണെങ്കിൽ അത് അങ്ങനെ വർക്ക് ചെയ്യുക. അപ്പം മെഷറബിൾ 1,00,000 രൂപ എനിക്ക് കിട്ടാൻ പറ്റുമോ? എങ്ങനെ കിട്ടാൻ പറ്റും? എങ്ങനെയൊക്കെ പോകാൻ പറ്റും? അതൊരു മെഷറബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം. കാര്യം എന്താ, നമ്മളെ സംബന്ധിച്ച് വെറുതെ 1,00,000 രൂപയെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അത് എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് നോക്കാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ എത്ര നാൾ കൊണ്ട് നേടണം? അത് വളരെ ഇമ്പോർട്ടൻ്റ്. 3 മാസം കൊണ്ടാണോ 1,00,000 രൂപ നേടേണ്ടത്? അഗൈൻ ഇത് അച്ചീവബിൾ ആണോ? നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റണം, ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഞാനിപ്പോൾ ഓൾറെഡി 50,000 രൂപയാണ് എനിക്കുള്ള വരുമാനം. പക്ഷേ ഈ ഒരു 50,000 റുപ്പീസിൽ നിന്ന് ഞാനിപ്പോൾ ഒരു കോഴ്സും കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കില്ലും കൂടി എൻഹാൻസ് ചെയ്താൽ എനിക്ക് വേണമെങ്കിൽ ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു ഇൻകം കൂടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾക്കൊരു അച്ചീവബിൾ ആയിട്ടൊരു പ്ലാനും കൂടി നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഗോൾ സെറ്റ് ചെയ്താലും റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. കാര്യം പല മനുഷ്യരും എനിക്ക് 10 ലാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതും. പക്ഷേ ഈ 10 ലക്ഷം എങ്ങനെ? നമ്മളുടെ മനസ്സിന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാര്യം ദേ ഇപ്പം നമുക്ക് 50,000 രൂപ പോലും വരുമാനം ഇല്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ 10 ലാക്സ് ഞാൻ ഈ മാസം 10 ലാക്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് പോകാതെ നമ്മൾക്ക് എന്താണോ സങ്കല്പിക്കാൻ പറ്റണത്, എന്താണ് നമുക്ക് റിയൽ ആയിട്ടുള്ളത്, ആ ഒരു രീതിയിലേക്ക് ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരു ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ 15,000 രൂപയുടെ ജോലിയിൽ തുടങ്ങുക. അപ്പോൾ ചെറിയ ചെറിയ ഗോളുകൾ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു മനുഷ്യനും സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താണ്?
അവൻ്റെ ശീലങ്ങളാണ് അവനെ വളർത്തുന്നതും തകർക്കുന്നതും. അപ്പം നല്ല ശീലങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും? നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഈ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പുകൾ ഞാൻ കഴിഞ്ഞ ഒരു 10,000-ലധികം ആൾക്കാർ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സക്സസ്ഫുൾ ആവാം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മോർണിംഗ് റുട്ടീൻ എന്താണ്. ചില ആൾക്കാരൊക്കെ പറയും ഞാൻ 4 മണിക്ക് എണീക്കും, 5 മണിക്ക് എണീക്കും, എൻ്റെ ലൈഫിൽ ഒരു പുരോഗതിയില്ല. അപ്പോൾ ഈ രാവിലെ എണീറ്റിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ വിജയികളായിട്ടുള്ള ആൾക്കാർ എന്താണോ അവർ ചെയ്യണത് അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കഥ മാറുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും രാവിലെ എണീക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഒരു 5 വർഷം മുമ്പ് രാവിലെ എണീക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യണ കാര്യങ്ങൾ ഞാനും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എന്നെ ഒരിക്കലും സഹായിക്കാത്ത പല സ്വഭാവങ്ങളും ഞാൻ വിട്ടുകളഞ്ഞു. എന്നിട്ട് നല്ല നല്ല ശീലങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ ഇപ്പം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്ത് ശീലമാണ് നിങ്ങളെ തകർക്കണത്? അത് ഒരെണ്ണം നിങ്ങൾ ഏതാണ് വിട്ടുകളയാൻ പോണത്? അതൊന്ന് ബേസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രോഗ്രസ് ചെക്കാണ്. പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഒരാളും റിഫ്ലക്റ്റ് ചെയ്യാറില്ല. കാര്യം നമ്മൾ നമ്മുടെ ലൈഫിനെ ഒന്ന് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് നമ്മളൊന്ന് മാർക്കിടാൻ നോക്കിയാൽ തന്നെ ലൈഫ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ സ്ട്രക്കാണോ? അതോ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ജോലികൾ തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സഹായിക്കണില്ല, നമ്മളെ ഒരു അപ്ഗ്രേഡ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാറ്റേണിനെ നമ്മൾ നോക്കണം. കാര്യം കുറച്ച് വർഷം എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു പാറ്റേൺ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോയിട്ട് ഒരു ഫെയിൽ ചെയ്യണ പാറ്റേൺ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ഇങ്ങനെ റോക്കറ്റ് പോലെ വിജയിച്ച് ഏറ്റവും ടോപ്പിൽ ചെല്ലും. ഏറ്റവും പൊക്കത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഞാനൊരു ഫെയിൽ ചെയ്യണ ഒരു പാറ്റേൺ എൻ്റെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പാറ്റേണിനെ ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൽ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ലൈഫ് അടിപൊളിയായി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു പാറ്റേൺ എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മോശമായിട്ട് പോണത്, എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സേവനം എടുക്കാൻ നിങ്ങൾക്ക് 1 to 1s ഒക്കെ എടുത്തിട്ട് വരാം, ക്ലാസ്സുകളിൽ വരാം. അപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പുതിയ രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ജീവിത രീതിയെ തന്നെ പുതിയൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരിക. കാര്യം നമ്മൾ വൈകിയാണ് എണീക്കണമെങ്കിൽ രാവിലെ എണീക്കാൻ തുടങ്ങുക. നമ്മൾ എല്ലാ ദിവസവും നല്ല ബുക്കുകൾ വായിക്കുക, എല്ലാ ദിവസവും എക്സസൈസ് ഇത് ചെയ്യുക. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കുക. നല്ല സുഹൃത്തുക്കളുടെ കൂടെ ചുറ്റുക. പഴയ സുഹൃത്തുക്കളുടെ കൂടെ നിന്ന് എന്ത് പറ്റും? നമ്മൾ അവരെ പോലെ ആയിപ്പോവും. അപ്പോൾ വീണ്ടും നമുക്ക് കള്ളുകുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഫൺ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ തുടങ്ങും. ഇവയൊക്കെ അല്ലെങ്കിൽ കുറേ നേരം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക. ഇതൊക്കെ ചെയ്ത സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. അപ്പം നല്ല ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സപ്പോർട്ടഡ് ആയിട്ടുള്ള, അപ്രിഷ്യേറ്റ് ചെയ്യണം നല്ല ആൾക്കാരുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മളും എന്താവും? അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും ഏറ്റവും നല്ല രീതിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. അപ്പം നിങ്ങളെ ഒന്ന് നോക്കുക. അന്നേരം നിങ്ങളുടെ ഓരോ പ്രോഗ്രസ്സുകളും നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങളിപ്പോൾ 1 to 10 സ്കെയിലിൽ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാർക്കൊക്കെ ഇടുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഡേയെ ട്രാക്ക് ചെയ്യണം. എന്താണ് ഇന്ന് നന്നായിട്ട്, ഇന്ന് നമ്മളുടെ ഒരു മന്ത്ലി ഗോൾ എന്താണ്, അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഗോളിലേക്ക് വേണ്ടി ചെയ്യേണ്ടത്. എഗെയിൻ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വരും. അത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ വർക്കിനെ നന്നായിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടൊന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയാമോ? നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ എന്ത് നന്നായിട്ട് നടക്കുന്നു, എന്ത് മോശമായിട്ട് നടക്കുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയും മോശമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒരു പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുവാണെങ്കിൽ ലൈഫ് അടിപൊളിയായിട്ടങ്ങ് പോകും.
വെച്ചടി കീറും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. കാര്യം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം നമ്മളുടെ കമ്മ്യൂണിറ്റി നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പുതിയ വേർഷൻ ആവാനായിട്ട് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങളൊരു എമറാൾഡ് മെമ്പർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഈ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ലൈഫ് കോച്ച് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. ഒരുമിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. കാരണം തനിച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്. അത്ര അധികം ആൾക്കാരുടെ ജീവിതം മാറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതാണ് ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിജയങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കണത് എന്താ, റോൾസ് റോയ്സ് മേടിച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിരിക്കും. കാര്യം എന്താ, ഇപ്പോൾ ഉള്ളത് ഒരു ഓൾട്ടോയാണ്. ഇതെന്തിട്ട് വണ്ടി, ഇതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു സക്സസ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. കാര്യം എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നത്, നമ്മളൊരു വിന്നറാണ് എന്ന് നമ്മൾക്ക് തന്നെ ബോധ്യമായാലാണ് വലിയ വലിയ സക്സസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 6 വർഷത്തെ ജേർണി എന്ന് പറഞ്ഞാൽ നല്ല ടഫായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതിലൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്, 2000 സബ്സ്ക്രൈബേഴ്സ് ആയത്, 3000 ആയത്, 5000 ആയത്, 10000 ആയത്, 15000 ആയത്, ഇങ്ങനെ ഓരോ ആൾക്കാരും കൂടി കൂടി വരുമ്പഴ് എനിക്കത് അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുവാണ്. എനിക്കറിയാം വളരെ പെട്ടെന്നായിരിക്കും ഇനി 1,00,000ലേക്ക് പോണത്, 2,00,000ലേക്ക് പോണത്. കാര്യം റൈറ്റ് ആൾക്കാരിലേക്ക് ഞാൻ അത്രയും ഓരോ ദിവസവും അത്രയധികം നല്ല ആളുകളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്രയും മാസീവായിട്ടുള്ള ഗ്രോത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സക്സസ്സിനെ, നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു വിജയത്തെയും നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ വിജയങ്ങളും സന്തോഷത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഘോഷിക്കുക. ഏറ്റവും 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പരാജയപ്പെടുകയുണ്ടാവും. ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവും, പറ്റിച്ചിട്ടുണ്ടാവും, ജീവിതം തകർത്തെറിഞ്ഞു പോയ മനുഷ്യരുണ്ടാവും. പക്ഷെ ഇവയൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇതൊക്കെ നമ്മൾക്കൊരു എനർജിയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചേക്കാൾ കൂടുതൽ തോറ്റിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു തോൽവിയൊന്നും എൻ്റെ ലൈഫിൽ എന്നെ തകർക്കാനായിട്ട് ആ തോൽവികൾക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ഒത്തിരി സമ്പത്ത് ഒത്തിരി ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ഒത്തിരി വിജയങ്ങൾ, ഒത്തിരി അധികം എൻ്റെ ലൈഫിൽ ഒത്തിരി അധികം ദ്രോഹമുള്ള, ഒത്തിരി ഫെയിലിയേഴ്സ് സമ്മാനിച്ച ഒത്തിരി മനുഷ്യർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ, ഷീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തകർക്കാനായിട്ട് ഇതിനൊന്നിനും സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ പരാജയത്തിലും നമ്മൾ പഠിക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ പാഠങ്ങളുണ്ട്. ആ ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തങ്കലിപിയിൽ എഴുതി വെച്ചാൽ പിന്നെ ഒരിക്കലും നമ്മൾക്ക് അത് നമ്മൾ മറക്കില്ല. അതൊരു വലിയൊരു ലെസണാണ് നമ്മൾ. അപ്പോൾ പരാജയം എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്കൊരു പഠിക്കാനുള്ള അവസരമാണ്. ആ ഒരു അവസരത്തിന് നൽകിയ ആൾക്കാരെ നമ്മൾ ബ്ലെസ് ചെയ്യുകയും അത് നമ്മളൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിനുണ്ടല്ലോ, അത്രയും വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, ഒരിക്കലും നഷ്ടത്തിൽ വിഷമിക്കാതിരിക്കുക. പക്ഷെ ആ നഷ്ടത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാഗ്യമാക്കി മാറ്റാനായിട്ടുള്ള ഒരു നിയോഗമായിട്ട് നമ്മൾ മാറുക. ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ, ഇന്ന് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ചിലപ്പോൾ ഇന്നായിരിക്കും, നാളെ ആയിരിക്കും, അല്ലെ 50 വർഷം കഴിഞ്ഞായിരിക്കും നമ്മൾ ഈ ഒരു ലോകത്തിൽ നിന്ന് പോകുന്നത്. നമുക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് കയ്യിലുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രമാണ്. അപ്പം നിങ്ങളൊരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഈ ലൈഫിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കണതിൽ എന്തർത്ഥമുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചു, ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്തു, ജീവിതം മൊത്തം ഒരു നഷ്ടക്കച്ചവടമായി പോയി എന്ന് വിലപിക്കേണ്ട ഒരവസ്ഥയിലാണ് നിങ്ങളൊരു ഡെത്ത് ബെഡിൽ കിടക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം ഉണ്ടാവണേ? അതുകൊണ്ട് നമ്മളുടെ കലണ്ടർ സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു 3 മാസത്തെ കലണ്ടർ സെറ്റ് ചെയ്യണ ലെവലിലാണ് ഞാൻ മൂവ് ഔട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസവും എന്നെ സംബന്ധിച്ച് തിരക്കുകളില്ല ഇപ്പോൾ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെ
രാജകുമാരിയെ പോലെ നമ്മുടെ ജീവിതത്തെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഷെഡ്യൂളിംഗ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ലൈഫിൽ വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഫോക്കസ് ചെയ്താൽ മാത്രം. പല ആൾക്കാർക്കും ആഗ്രഹിക്കുന്ന ജീവിതം ജീവിതത്തിൽ കിട്ടാറില്ല. കാര്യം എന്താ? അവർ ഫോക്കസ് ചെയ്യണത് പലപ്പോഴും അവർക്ക് കിട്ടാത്ത കാര്യങ്ങളിലേക്കാണ്. അവർക്ക് ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യണേ. അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും നമുക്ക് ഉള്ളതിൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ലിസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാതെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്നിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളോട് 100% കമ്മിറ്റഡ് ആവുക. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾ എഴുതണ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ, ഗോളുകൾ സെറ്റ് ചെയ്യാൻ, ഈ ഒരു പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നാളേക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പോണത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എന്നോട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ ചോദിക്കുന്നതായിരിക്കും എത്ര പേര് എവിടെയൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്തറിയുമോ? സബ്സ്ക്രൈബ് ചെയ്തതിൽ അത്രയധികം ചാനൽസാണ് ഉള്ളത്. നിങ്ങൾ ആ തിരക്കുകൾ എന്നെ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശക്തിയോടെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന വീഡിയോകൾ മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ലവ് യു ആൾ.